സംസ്ഥാനത്ത് ആദ്യമായി ഒരു രാഷ്ട്രീയ നേതാവ് ആന്റോ ആന്റണി അനധികൃതമായി പണം കൈപ്പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ 2 കോടി രൂപ മേടിച്ച വിവരം ആരോപണമായി ഉന്നയിക്കുന്ന CPIM സംസ്ഥാന കമ്മിറ്റി അംഗം KP ഉദയഭാനുവാണ്. ഉദയഭാനു നമ്മോടൊപ്പം ചേരുന്നുണ്ട്. മനു, ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരണത്തിനായി അങ്ങാണ് ആദ്യം പറഞ്ഞത് ഇത്തരമൊരു ആരോപണം ഉന്നയിച്ചത് ആന്റോ ആന്റണി പണം മേടിച്ചിട്ടുണ്ടെന്ന്. ഇപ്പോൾ ആ ആരോപണം ശരിയെന്ന തരത്തിലേക്കല്ല വരുന്നത്. ഞാൻ ഉന്നയിച്ച ആരോപണം ശരിയാണെന്ന് വളരെ വ്യക്തമായി. ഇന്നലെ NN രാജു തന്നെ പത്രസമ്മേളനം വിളിച്ചിട്ട് ആന്റോ ആന്റണി MP-ക്ക് 2 കോടി രൂപ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് ആന്റോ ആന്റണി പറഞ്ഞത്, ഞാൻ തിരഞ്ഞെടുപ്പ് കാലത്ത് കാശ് വാങ്ങിച്ചിട്ടുള്ളതെന്നാണ് പറഞ്ഞത്. തിരഞ്ഞെടുപ്പ് കാലത്ത് പൈസ വാങ്ങിക്കുമ്പം 20,000 രൂപ കൂടുതൽ പൈസയായിട്ട് വാങ്ങിക്കാൻ പറ്റത്തില്ല. വാങ്ങിച്ചത് ചെക്കായിട്ടാണോ, അക്കൗണ്ടിലാണോ എന്ന് മാത്രമല്ല, ഈ പൈസ തിരഞ്ഞെടുപ്പ് ചെലവിൽ കാണിച്ചിട്ടുണ്ടോ, ഇലക്ഷൻ കമ്മീഷന് കൊടുത്ത കണക്കിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ടോ, ഇതെല്ലാം വളരെ വിശദമായി പരിശോധിക്കേണ്ട കാര്യമാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഞങ്ങൾ പരാതി കൊടുക്കും ഇതിനെ സംബന്ധിച്ച്. വളരെ പ്രശ്നപ്പെട്ട തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി CPIM കൊടുക്കും, 12 ജില്ലാ കമ്മിറ്റി കൊടുക്കും അല്ലേ? കൊടുക്കും. അതായത് അതിന് കാരണം ഒന്ന്, ഈ പൈസ വാങ്ങിക്കുന്നതിനെ സംബന്ധിച്ച് എങ്ങനെയാണ് അതിൻ്റെ രേഖകൾ വേണമല്ലോ. ചെക്ക് ആവണം, അല്ലെങ്കിൽ അക്കൗണ്ട് ആവണം. ഇത്രയും വലിയ തുക നേരിട്ട് വാങ്ങിക്കാൻ പറ്റത്തില്ല. ഇത് ഇലക്ഷൻ്റെ നിലവിൽ കാണിക്കേണ്ടതാണ്, അത് കാണിച്ചിട്ടില്ല. ആന്റോ ആന്റണി തിരുവല്ലയിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ പണം നിക്ഷേപിക്കുന്നു. മറ്റൊരു ആരോപണമാണ് SIT കണ്ടെത്തിയിട്ടൊരു കാര്യമുണ്ട്, തന്ത്രിയുടെ. അങ്ങനെ കൂട്ടി വായിക്കുമ്പോൾ ആന്റോണിയുടെ ഇടപെടൽ അല്ലെങ്കിൽ ആ സാമ്പത്തിക ഇടപാട് SIT അന്വേഷിക്കണ്ടേ? ആന്റോ ആന്റണിയുടെ സാമ്പത്തിക ഇടപാട് SIT അന്വേഷിക്കണം. അദ്ദേഹം പറഞ്ഞത് ഈ ബാംഗ്ലൂരിൽ കാശ് കിട്ടാനുണ്ട്, അവിടെ നിന്ന് കൊടുക്കുക. അത്രയും ബാംഗ്ലൂരുമായി ബന്ധപ്പെട്ട് ഈ പോറ്റിക്ക് ഇവിടെ വസ്തു കച്ചവടമൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അന്നേരം ഇതെങ്ങനെയാണ് ബാംഗ്ലൂരിൽ ഈ തുക ഇതിനു വേണ്ടിയുള്ളത്? ബാംഗ്ലൂരിൽ നിന്ന് പൈസ കിട്ടുമ്പോൾ കൊടുക്കാവുന്നതാണ് അദ്ദേഹം പറഞ്ഞത്. NN രാജുവിന് കൊടുക്കാവുന്ന പറയാൻ സാധിക്കുന്നത്. അതൊക്കെ ബാംഗ്ലൂരിൽ എവിടെ നിന്നാണ് പൈസ? ഇതെല്ലാം വളരെ വിശദം. അതാണ് ഈ സാമ്പത്തിക ഏർപ്പാടുകളെ സംബന്ധിച്ചും വളരെ വിശദമായി SIT അന്വേഷിക്കണം. അങ്ങ് പറഞ്ഞ വളരെ ഗൗരവമാണ്. അതായത് ആന്റോ ആന്റണി ബാംഗ്ലൂരിലെ ഭൂമി വിറ്റെത്തും, അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ നിന്ന് പണം ലഭിക്കും, എങ്ങനെയാണ് പറഞ്ഞത്? ബാംഗ്ലൂരിൽ നിന്ന് ഭൂമി വിൽക്കുമ്പം അവിടുന്ന് പൈസ കിട്ടാനുണ്ട്. ആ പൈസ കിട്ടുമ്പോൾ കൊടുക്കാമെന്നാണ് പറഞ്ഞത്. ബാംഗ്ലൂർ എവിടെ നിന്നാണ് പൈസ? അതെല്ലാം വളരെ വ്യക്തമാവുണ്ട്. പോറ്റിക്കും ബാംഗ്ലൂർ ബന്ധമുണ്ട്. പോറ്റിക്കും ബാംഗ്ലൂർ ബന്ധമുണ്ട്. അപ്പം ഇതെല്ലാം ചേർത്ത് അന്വേഷിക്കണം. ഇതെല്ലാം പരസ്പരം അന്വേഷിക്കേണ്ട വിഷയങ്ങളാണ്. അതായത് SITയുടെ അന്വേഷണം ആന്റോ ആന്റണിയിലേക്ക് വരണമെന്നാണ് അങ്ങ് പറയുന്നത്. ഈ അന്വേഷണം ആന്റോ ആന്റണിയിലേക്ക് വരണം. ഇപ്പോൾ ആന്റോയ്ക്കെതിരെ ED അന്വേഷണം ആരംഭിച്ചെന്ന് അറിയാൻ സാധിച്ചത് അതൊരു ഇതാണ്. കാരണം ആന്റോയ്ക്കും കോൺഗ്രസിനാണ് EDയെ സ്വാഗതം ചെയ്യുന്നത്. ഇപ്പോൾ ഒടുവിൽ ED കോൺഗ്രസിന് തന്നെ കുരുക്കാവുകയാണോ? അതാണ് ഇതിൽ ഉപ്പ് എന്നവരൊക്കെ വെള്ളം കുടിക്കട്ടെ. അങ്ങ് ഈ ആരോപണം ആദ്യം ഉന്നയിച്ചപ്പോൾ ആളുകൾ പുച്ഛിച്ചു തള്ളി. ഇപ്പോൾ ഇന്നലെ പണം കൊടുത്ത ആളും പണം മേടിച്ചാലും പണം മേടിച്ചു എന്ന് സംബന്ധിച്ചു. എത്ര തുകയാണെന്നോ ആന്റോ ആന്റണി പറയുന്നില്ലെന്നുള്ളൂ. എന്തുകൊണ്ടാണ് ആന്റോ ആന്റണി ഈ ആരോപണങ്ങൾ തെറ്റാണെങ്കിൽ ഒരു മാനനഷ്ട കേസ് കൊടുക്കാൻ പോലും തയ്യാറാകാത്തത്? ആന്റോ ആന്റണി സമ്മതിച്ചിട്ടുണ്ടല്ലോ പൈസ വാങ്ങിച്ചിട്ടുണ്ടെന്ന്. അത് എത്ര വാങ്ങിച്ചു എന്ന് മാത്രമാണ് അദ്ദേഹം പറയാതിരിക്കുന്നത്. അത് എത്ര വാങ്ങിച്ചു എന്നുള്ളത് NN രാജു വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ആന്റോ ആന്റണി വ്യക്തമാക്കാത്ത ഭയമാണോ? ആന്റോ ആന്റണി അത് അദ്ദേഹം പറയുന്ന മുഴുവൻ ശരിയല്ലാത്ത കാര്യമാണ്. ഇത് നാട്ടിലെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. NN രാജുവിൻ്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഈ നാട്ടിലെ എല്ലാ കോൺഗ്രസ്സുകാർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്ന നിലയിലാണ് ആന്റോ ആന്റണി പണം മേടിച്ചെന്ന് ആന്റോ പറയുന്നത്. അങ്ങനെയെങ്കിൽ കോൺഗ്രസ് നേതൃത്വം ഇതിന് മറുപടി പറയേണ്ട ആന്റോയുടെ മാത്രം വ്യക്തിപരമായ വിഷയമല്ലല്ലോ. കോൺഗ്രസ്സുകാർ വാങ്ങിച്ചതായിട്ട് അല്ലല്ലോ. അല്ല, കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്ന നിലയിലാണ് ആന്റോ മേടിച്ചെന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം കോൺഗ്രസിലേക്കും വരികയല്ലേ? അന്നേരം സ്വാഭാവികമായിട്ടും ഈ പൈസ വാങ്ങിച്ചതിനെ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ പ്രാദേശിക ചില നേതാക്കന്മാർക്കും ഇതിൽ പങ്കുണ്ടെന്ന് പറയുന്നു. ഈ ബാംഗ്ലൂരിലെ ഭൂമിയുടെ പടം എന്നൊക്കെ പറയുമ്പോൾ ബിനാമിയിലേക്ക് സംശയിക്കേണ്ടതായിട്ടിരിക്കുന്നില്ലേ? അതെല്ലാം ഇതായാലും സമഗ്രമായ അന്വേഷണം നടക്കട്ടെ. ഇതെങ്ങനെയാണ് തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞത്. ഇതെല്ലാം വളരെ വിശദമായി അന്വേഷിച്ചിട്ട് കണ്ടെത്തട്ടെ. ഇതെല്ലാം
എങ്ങനെയാണെന്ന്. വളരെ വ്യക്തമാണല്ലോ സാമ്പത്തിക ഏർപ്പാടുണ്ടെന്ന്. ആ ഏർപ്പാടുകളുടെ ഡീറ്റെയിൽസ് മാത്രമാണല്ലോ ഇനി അറിയേണ്ടത്. രണ്ട് കൂട്ടരും കൊടുത്ത ആളും പറയുന്നുണ്ട്, വാങ്ങിച്ച ആളും പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നു ഞാൻ 2 കോടി കൊടുത്തെന്ന്. മറ്റേ അദ്ദേഹം പറയുന്നു എത്രയാണെന്ന് വാങ്ങിച്ച പൈസ തിരിച്ചു കൊടുത്തെന്ന് പറയുന്നുള്ളൂ. എങ്ങനെ കൊടുത്തു എന്ന് പറയുന്നില്ല, എങ്ങനെ മേടിച്ചെന്ന് പറയുന്നില്ല. അങ്ങ് ഉന്നയിച്ച ആരോപണം എന്തായാലും ഇടപാട് നടന്നു എന്നുള്ള കാര്യം വ്യക്തമായി, അത് വളരെ വ്യക്തമാണ്. അപ്പൊ ബാക്കിയുള്ളതും അതുകൊണ്ട് അന്വേഷിക്കണം. വളരെ അന്വേഷിക്കട്ടെ, അന്വേഷിക്കേണ്ടടുത്ത്. അതുതന്നെയാണ് ഉദയഭാനു പറഞ്ഞത്. ഇതിൽ ചില പ്രാദേശിക കോൺഗ്രസ്സുകാർക്കും പങ്കുണ്ടാകാൻ സാധ്യതയുണ്ട്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം KP ഉദയഭാനു ഈ ആരോപണം ഉന്നയിക്കുമ്പോൾ അത്തരം ഒരു ആരോപണം സജീവമായി ചർച്ച ചെയ്യപ്പെട്ടിരുന്നില്ല. പക്ഷേ പത്തനംതിട്ടയിലെ ആൻഡോ തന്നെ പറയുന്നുണ്ട്, പലരോടും പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങളൊക്കെ, ഈ വിഷമം പലരോടും പറഞ്ഞിട്ടുണ്ടെന്ന് NM രാജുവും പറയുന്നുണ്ട്. അപ്പോൾ പത്തനംതിട്ടയിലുള്ള നേതാക്കൾക്കൊക്കെ മുൻകൂട്ടി അറിയാവുന്നൊരു കാര്യമായിരുന്നു. ഇപ്പോഴിതാ സ്വർണ്ണക്കൊള്ളയുടെ പശ്ചാത്തലത്തിൽ, സ്വർണ്ണമോഷണ കേസിന്റെ പശ്ചാത്തലത്തിൽ ആ ആരോപണങ്ങൾക്ക് ഗൗരവം വർദ്ധിക്കുകയാണ്. ആൻഡോ എവിടുന്നാണ് ഈ പണം വീട്ടാമെന്ന് പറഞ്ഞത്? അങ്ങനെയുണ്ടെങ്കിൽ ആൻഡോയ്ക്ക് ബിനാമി ഇടപാടുണ്ടോ? കാരണം ആൻഡോയുടെ പേരിൽ ആ വസ്തുവില്ലെങ്കിൽ അത്തരത്തിൽ സംശയിക്കേണ്ടായിരിക്കുന്നു. ഇതെല്ലാം അന്വേഷണത്തിൽ വ്യക്തമാകേണ്ടതാണ്. നമ്മൾ അത്തരത്തിൽ ഒരു നിലപാട് സ്വീകരിക്കുകയല്ല. പക്ഷേ ഗൗരവമുള്ള ആരോപണമാണ്. ആരോപണത്തിന്റെ ഗൗരവം വർദ്ധിക്കുന്നത് KP ഉദയഭാനു ആൻഡോ 2 കോടി രൂപ കൈപ്പറ്റിയെന്ന ആരോപണം വന്നപ്പോൾ ആദ്യഘട്ടത്തിൽ അതിന് നിസ്സാരവൽക്കരിച്ച പല ആളുകളുമുണ്ട്. പക്ഷേ ഇപ്പോൾ ഇതാ ആന്റോ ആന്റണി നെടുമ്പുറമ്പിൽ NM രാജുവിന്റെ പക്കൽ നിന്ന് പണം കൈപ്പറ്റി എന്നുള്ള കാര്യത്തിൽ NM രാജു ഉറച്ചു നിൽക്കുന്നു. ആന്റോ അത് സമ്മതിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ആരോപണത്തിന്റെ ഗൗരവം വർദ്ധിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ പണം തിരികെ നൽകാൻ വേണ്ടി ബാംഗ്ലൂരിലെ ഭൂമി വിറ്റ് നൽകാമെന്ന് ആൻഡോ പറഞ്ഞതായി NM രാജു പറഞ്ഞുവെന്ന് KP ഉദയഭാനു പറയുന്നത്. അങ്ങനെയെങ്കിൽ ആ കാര്യവും അന്വേഷിക്കപ്പെടേണ്ടതാണ്. എന്നതെല്ലാം സമഗ്ര അന്വേഷണമാണ് CPIM സംസ്ഥാന കമ്മിറ്റി അംഗം KP ഉദയഭാനു ആവശ്യപ്പെടുന്നത്.